കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ഉജ്ജ്വല വിജയം നേടിയെന്ന അവകാശവാദം ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള എതിരാളികളായിട്ടുള്ള UDSF, MSF, KSU തുടങ്ങിയ സംഘടനകളുടെ കോട്ടകൾ തകർത്തെറിഞ്ഞാണ് SFI വിജയക്കൊടി പാറിച്ചത്. സർവകലാശാലയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന 202 കോളേജുകളിൽ 127 കോളേജുകളിലും SFI യൂണിയൻ വിജയം ഉറപ്പിച്ചു. ഇത് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ തങ്ങൾക്കുള്ള മേധാവിത്വം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഒരു സൂചനയാണ് നൽകുന്നത്. 35ഓളം കോളേജുകൾ UDSF, MSF, KSU മുന്നണികളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ സാധിച്ചുവെന്ന SFIയുടെ വാദം പ്രതിപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഈ വിജയം ഒരു കേവലം തിരഞ്ഞെടുപ്പ് വിജയമായി കാണാതെ മതവർഗീയതയുടെയും പണക്കൊഴുപ്പിന്റെയും ലഹരി മാഫിയ സംഘങ്ങളുടെയും കൂട്ടുപിടിച്ച് ക്യാമ്പസുകളിൽ അരാഷ്ട്രീയ അരാജകത്വ പ്രവർത്തനങ്ങൾ നടത്തുന്ന വലതുപക്ഷ വർഗീയവാദികൾക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് SFI ചിത്രീകരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ SFI ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടന്ന 32 കോളേജുകളിൽ 25ലും SFI വിജയിച്ചു. ഈ വിജയം പാലക്കാട്ടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ SFIക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നൽകുകയാണ്. മണ്ണാർക്കാട് MES കോളേജ് 10 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫയുടെ കലാലയമായി SFI തിരിച്ചുപിടിച്ചുവെന്നത് വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെ വലതുപക്ഷ വർഗീയവാദികൾക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് SFIയും വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വർഗീയ ശക്തികൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും SFI കൂട്ടിച്ചേർത്തു.